ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമാണെന്ന് സൂചന. ലഹരി ഉപയോഗവും പെട്ടെന്നുള്ള പ്രകോപനവുമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം. ഇതിന് വിരുദ്ധമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിവരം. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൊലപാതകം ആസൂത്രിതമാണെന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നതെന്നാണ് സൂചന. കണ്ടല്ലൂർ തെക്ക് കളരിക്കൽ ജംഗ്ഷനിൽ 63-കാരനായ നടരാജനാണ് അഭിഭാഷകനായ മകൻ നവജിത്തിൻ്റെ വെട്ടേറ്റ് മരിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നവജിത്തിൻ്റെ അമ്മ സിന്ധു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ ചികിത്സയിലാണ്. സിന്ധു ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല. നടരാജൻ്റെ മുറിയിലെ അലമാരയിൽ 7 ലക്ഷത്തോളം രൂപയും 50 പവൻ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. ഇത് കൈക്കലാക്കാൻ നവജിത്ത് ശ്രമം നടത്തിയെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം. നവജിത്ത് അലമാര തുറക്കാൻ ശ്രമം നടത്തിയെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30-യോടെയാണ് ദാരുണ സംഭവം അരങ്ങേറിയത്. ഞായറാഴ്ച ഉച്ച മുതൽ തന്നെ പണം ഇരിക്കുന്ന മുറിയുടെ താക്കോലിനായി നവജിത്തും നടരാജനും പിടിവലി നടന്നു. ഇത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീട്ടിലെ ഡൈനിങ് ഹാളും അടുക്കളയും കുറ്റിയിട്ട ശേഷമാണ് നവജിത്ത് അച്ഛനെയും അമ്മയെയും വെട്ടിയത്. 2 വാതിലുകളും പൊളിച്ചാണ് പോലീസ് വീടിനുള്ളിൽ കടന്നത്. അച്ഛനെ മരണം ഉറപ്പാക്കും വരെ നവജിത്ത് വെട്ടി. കൊലപ്പെടുത്താൻ ഉറപ്പിച്ചു തന്നെയാണ് നവജിത്ത് വെട്ടിയതെന്നതിൻ്റെ സൂചനയാണിത്. നടരാജൻ്റെ മൃതദേഹത്തിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് മുറിയും അലമാരയും തുറന്ന പോലീസ് അലമാരയിൽ നിന്ന് 7 ലക്ഷം രൂപയും 40 പവനും കണ്ടെത്തി. അതിനിടെ നവജിത്ത് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാസലഹരിയുടെ ഉന്മത്താവസ്ഥയിൽ വെട്ടിക്കൊന്നത് പിതാവിനെയാണെന്ന് അറിഞ്ഞില്ലെന്നാണ് അഭിഭാഷകൻ കൂടിയായ നവജിത്ത് പോലീസിനോട് പറഞ്ഞത്. ഞായറാഴ്ച രാത്രി 8:30-യോടെയായിരുന്നു കൊലപാതകം നടന്നത്. നവജിത്ത് മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ആക്രമണം നടന്നപ്പോഴും നവജിത്ത് രാസലഹരി ഉപയോഗിച്ചിരുന്നു. അമ്മയെ വെട്ടിയത് ഓർമ്മയില്ലെന്നും പ്രതിയുടെ മൊഴിയിൽ പറയുന്നു. 47 വെട്ടുകളാണ് നടരാജൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മുഖം വികൃതമാക്കി. അമ്മ സിന്ധുവിൻ്റെ മുഖവും വെട്ടി വികൃതമാക്കി. അറ്റുവീണ കൈവിരലുകൾ നാട്ടുകാരാണ് പൊതിഞ്ഞെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം വീടിൻ്റെ 2ാം നിലയിലേക്ക് കയറിയ നവജിത്തിനെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. നിലവിളി കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴാണ് നവജിത്ത് ചോരപുരണ്ട കത്തിയുമായി നിൽക്കുന്നത് കണ്ടത്. പോലീസ് എത്തി കയറുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ് നവജിത്തിനെ പിടികൂടിയത്.